ഇന്ന് മാധ്യമ പ്രവർത്തകരെ കാണേണ്ട ഈ സാഹചര്യം, പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നിങ്ങളെല്ലാം വിശ്രമിക്കായിരിക്കും എന്നറിയാമെങ്കിൽ പോലും കാണേണ്ട സാഹചര്യം ഉണ്ടാകുന്ന അടിയന്തര പ്രാധാന്യമുള്ളൊരു വിഷയം ഉണ്ടായതുകൊണ്ടാണ്. ഇന്നലെ രാത്രിയിൽ CPM കുറിച്ചി പഞ്ചായത്തിൽ വലിയ നരനായാട്ടാണ് നടത്തിയത്. CPMന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഗുണ്ടകൾ, നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതനായ BR മജേഷിന്റെ ഇപ്പോൾ അവിടുത്തെ ഗ്രാമപഞ്ചായത്ത് മെമ്പറാണ്. നിങ്ങളൊക്കെ ഒരുപക്ഷെ അദ്ദേഹത്തെ അറിയുമായിരിക്കും. ഒരു പോസ്റ്റർ പോലും അടിക്കാതെ പ്രചരണം നടത്തിയ ഒരു വ്യക്തിത്വം, അത്രയും ജനകീയനായ വ്യക്തിത്വമാണ്. അദ്ദേഹത്തിനെതിരെ അവിടുത്തെ ലോക്കൽ സെക്രട്ടറിയാണ് മത്സരിച്ചത്. ലോക്കൽ സെക്രട്ടറിക്കെതിരെ മത്സരിക്കുവാൻ നിനക്ക് തൻ്റെ ഇടമുണ്ടോ എന്ന് ചോദിച്ച് അദ്ദേഹത്തിന്റെ വീട്ടിൽ കയറി 60ഓളം വരുന്ന ഗുണ്ടകൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തോടൊപ്പം അവിടുത്തെ പഞ്ചായത്ത് ഇൻചാർജായ മനോജിനെയും അതുപോലെ RSSന്റെ ജില്ലാ കാര്യകർത്താവായ ശ്രീകുമാറേട്ടനെയും അതിക്രൂരമായി മർദ്ദിക്കുകയും അദ്ദേഹത്തിന് തലയിൽ 16 സ്റ്റിച്ചുകൾ, ശ്രീകുമാറേട്ടൻ്റെ തലയിൽ 16 സ്റ്റിച്ചുകളാണ്. അത് വടിവാളിനാണ് തലയിൽ, നെറുകം തലയിലാണ് 16 സ്റ്റിച്ച്. അത് അത്യന്തം ഗൗരവമുള്ള ഒരു പരിക്കാണ്. അതുപോലെ മജേഷിനും അതിക്രൂരമായിട്ടാണ് അദ്ദേഹത്തിന് മർദ്ദനമേറ്റിട്ടുള്ളത്. ഇതിനകത്ത് BJPക്ക് പറയാനുള്ള ഒരു കാര്യം, BJP കോട്ടയം ജില്ലയിൽ CPMന്റെ തല്ല് മേടിച്ചുകൊണ്ട് പോകാൻ BJPക്ക് ഉദ്ദേശമില്ല. മാത്രമല്ല, ഇത് നാളെ മലബാറിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ എന്താണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ BJP ചെയ്യാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് ബോധ്യമാകുന്നൊരു ഇൻസിഡൻ്റാണ്. ഇതിവിടെ മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് തിരുവനന്തപുരത്ത്, കൊല്ലത്ത്, പത്തനംതിട്ടയിൽ, ഇടുക്കിയിൽ, വട്ടവടയിൽ നിന്ന് ഹർത്താൽ നടക്കുകയാണ്. വട്ടവടയിൽ, ഇന്നലെ പൂഞ്ഞാറിൽ. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ BJPയുടെ പ്രവർത്തകർക്ക് നേരെ വലിയ കയ്യേറ്റ ശ്രമമാണ് CPMന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. തോൽവിയിൽ വിരളി പൂണ്ട CPM മലബാറിലും ചെയ്യാൻ പോകുന്നത് ഇന്ന് നിങ്ങൾക്ക് പ്രകടമായി ഇന്ന് കാണാൻ കഴിയും. 2 ഘട്ടമായി ഇലക്ഷൻ നടന്നതുകൊണ്ട് തന്നെ എന്താണ് ഈ തെക്കൻ കേരളത്തിൽ അവർ ചെയ്തത് എന്ന് സസൂക്ഷ്മം പരിശോധിച്ചാൽ അവര് മലബാറിലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ CPMന് വോട്ട് ചെയ്യാത്തവരോട് അവരുടെ സമീപനം എന്താണ് എന്ന് പ്രകടമാകുന്നതാണ്. ഇന്നലെ ഒറ്റ ദിവസം CPM ഈ 7 ജില്ലകളിലും അഴിച്ചുവിട്ട അക്രമ സംഭവങ്ങൾ. മാത്രമല്ല, BJP ജയിക്കുമെന്ന് തോന്നുന്ന എല്ലാ സ്ഥലങ്ങളിലും നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന്റെ വോട്ട് റിസൾട്ട് വന്നതിന് ശേഷം വാർഡ് അടിസ്ഥാനത്തിൽ ഞങ്ങൾ കാണിച്ചു തരാം. BJP ജയിക്കുമെന്ന് തോന്നുന്ന എല്ലാ വാർഡുകളിലും CPMഉം കോൺഗ്രസും ഒന്നിച്ചു. അതിൽ വളരെ പ്രകടമായി പറയാം, ഏതെങ്കിലും ഒരാൾ, ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഈ 7 ജില്ലകളിൽ മത്സരിച്ചത്, നാളെ ബാക്കിയുള്ള 7 ജില്ലകളിൽ മത്സരിക്കാൻ പോകുന്നത് ഇന്ത്യ മുന്നണിയുമായിട്ടാണ്. വളരെ പ്രകടമാണ്. BJP മത്സരിക്കാത്ത വാർഡുകളിൽ മാത്രമേ ഇവർ തമ്മിൽ മത്സരിച്ചാലേ ഉള്ളൂ. അതും വളരെ ചുരുക്കം വാർഡുകളിൽ BJP മത്സരിക്കാത്തുള്ളൂ. ബാക്കി BJPയുടെ സാന്നിധ്യമുള്ള മുഴുവൻ വാർഡുകളിലും BJPയും ഇന്ത്യ മുന്നണിയും തമ്മിലായിരുന്നു മത്സരം. അത് BJP ഭരിക്കുന്ന പഞ്ചായത്തുകൾ എന്നും വ്യത്യാസമില്ല. ഇപ്രാവശ്യം ഞങ്ങളുടെ ടാർഗറ്റ് പഞ്ചായത്തുകളായ മുഴുവൻ പഞ്ചായത്തുകളിലും, അത് കേരള കോൺഗ്രസ് എന്നോ CPM എന്നോ CPI എന്നൊന്നുമില്ല, ഞങ്ങൾക്കെതിരെ നിൽക്കുന്ന ആരാണോ അവർ ഒറ്റക്കെട്ടായിരുന്നു. അത് കേരളത്തിന്റെ ഒരു പുതിയ പരിച്ഛേദമായി മാറുകയാണ്. ഞങ്ങൾക്ക് അതിൽ സന്തോഷമുള്ളൂ, കുഴപ്പമൊന്നുമില്ല. കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പോടുകൂടി ഇന്ത്യ മുന്നണി നിലവിൽ വന്നു എന്നുള്ളതും കേരളത്തിന്റെ യഥാർത്ഥ പ്രതിപക്ഷമായി ഭാരതീയ ജനതാ പാർട്ടി മാറി എന്നുള്ളതുമാണ് ഇന്ന് നിങ്ങളോടെടുത്ത് പറയാനുള്ളത്. ഇന്ന് വൈകുന്നേരം കുറിച്ചി പഞ്ചായത്തിൽ പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരവും അതോടൊപ്പം അവിടെ പ്രതിഷേധ സദസ്സും സംഘടിപ്പിക്കും. പാർട്ടിയുടെ നേതാക്കൾ ഇന്ന് കുറിച്ചിയിലെത്തും. അവർ 3 പേരും ഇപ്പോൾ അഡ്മിറ്റ് ചെയ്തിട്ടുള്ളത് കോട്ടയം ജനറൽ ആശുപത്രിയിലാണ്. അവർ 3 പേർക്ക് രാവിലെ ഡോക്ടർമാരെ കണ്ടു. അവർക്ക് 3 പേർക്കും ഹോസ്പിറ്റലിൽ തുടരേണ്ടതായിട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെയും ഇന്ന് അവിടെ ശക്തമായ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം 2 പേരെ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തു എന്നാണ് അറിയുന്നത്. അറസ്റ്റ് ചെയ്തവർക്കെതിരെ
വളരെ ലഘുവായ വകുപ്പുകളാണ് ഇപ്പോൾ നിലവിൽ ചുമത്തിയിട്ടുള്ളത്. തലയിൽ 16 സ്റ്റിച്ച്, അതും വടിവാൾ വെച്ച് വെട്ടിയ 16 സ്റ്റിച്ചുകളുണ്ട്. അതിൻ്റെ വൂണ്ട് സർട്ടിഫിക്കറ്റ് എടുത്തു വെച്ച് കൃത്യമായ സെക്ഷൻസ് ഉൾപ്പെടുത്തിയില്ല എങ്കിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് BJP പോകുമെന്ന് പോലീസ് അധികാരികളെ അറിയിക്കുന്നു. ഏറ്റവും ദുഃഖകരമായ കാര്യം, ഈ ജില്ലയിൽ നിന്നുള്ള പ്രമുഖ CPM നേതാവും മന്ത്രിയുമായ ശ്രീ VN വാസവന്റെ പേഴ്സണൽ സ്റ്റാഫിൽ കൂടെ അംഗമായ ഡോക്ടർ പത്മകുമാർ ഈ സംഭവം നടക്കുന്ന അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലാണ്. മജേഷിന്റെ വീടിന് മുമ്പിലെ ഈ ആക്രമണം നടക്കുമ്പോൾ അദ്ദേഹം അവിടെ ഉണ്ട്. ഇത്തിത്താനം സർവീസ് കോർപ്പറേറ്റീവ് ബാങ്കിന്റെ പ്രസിഡന്റ് അനിൽകുമാർ CPMന്റെ ഉന്നതനായ നേതാവാണ്. അദ്ദേഹവും ഈ ആക്രമണം നടക്കുമ്പോൾ ആ പാതിരാത്രിയിൽ ആ വീടിന് മുമ്പിലുണ്ട്. ഇവർ നോക്കി നിന്നാണ് ഇത് നടത്തിയെന്നുള്ളതും അത്യന്തം ഗൗരവമായി കാണേണ്ട വിഷയവും ദൗർഭാഗ്യകരമായി പോയി. BJPയുടെ ശക്തമായ പ്രതിഷേധം അറിയിക്കുന്നു. ഒരർത്ഥത്തിലും ഇതിനൊന്ന് നിന്നുകൊടുക്കാൻ പഴയ കാലമല്ല. CPMന്റെ ഗുണ്ടായിസം ഒരു കാരണവശാലും അനുവദിച്ചു കൊടുത്തുകൊണ്ട് ഈ ജില്ലയിലും കേരളത്തിലും മുമ്പോട്ട് പോകാൻ ഭാരതീയ ജനതാ പാർട്ടി ഉദ്ദേശിക്കുന്നില്ല. ഇവർ പറയുന്ന കേട്ട് സഖാക്കൾ തുള്ളാൻ ഇറങ്ങരുത് എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ജില്ലയിൽ മാത്രമല്ല, മധ്യ കേരളത്തിലെ ഇലക്ഷൻ കഴിഞ്ഞിരിക്കുന്നു. എറണാകുളം, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകൾ, അതാണ് സെൻട്രൽ കേരള ബെൽറ്റ്, ഒരു ഏറെക്കുറെ ഒരേ രാഷ്ട്രീയ സമീപനമുള്ള ജില്ലകളാണ്. ഈ ജില്ലകളിൽ ഇന്ന് വരെ കഴിഞ്ഞ 45 വർഷം ഉണ്ടാകാത്ത മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ ഈ ജില്ലകളിലുണ്ടാവും. തിരുവനന്തപുരം, കൊല്ലവും സ്വാഭാവികമായി നിങ്ങൾക്കറിയാം. തിരുവനന്തപുരം കൊല്ലവും ഇതിനു മുമ്പും BJPയുടെ ശക്തി കേന്ദ്രങ്ങളാണ്. ആ ഗണത്തിലേക്ക് മധ്യ കേരളം ഈ തെരഞ്ഞെടുപ്പോടുകൂടി എത്തും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. വലിയ മുന്നേറ്റം ഉണ്ടാവും, വലിയ മുന്നേറ്റം തീർച്ചയായിട്ടും ബാധിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കണക്കുകൾ നിങ്ങളുടെ മുമ്പിൽ വെക്കാം. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ 10 താഴെ അല്ലെങ്കിൽ 50 താഴെ വോട്ട് UDFന് കിട്ടിയത് അപ്പുറത്ത് വോട്ട് മറിച്ചു കൊടുത്തു നിങ്ങൾ അംഗീകരിക്കുമല്ലോ. അങ്ങനെ ഈ ജില്ലയിൽ ഒരു 300-400 വാർഡ് ഈ ജില്ലയിൽ കാണിച്ചു തരാൻ പറ്റും. LDF ഇപ്പോൾ എൻ്റെ പഞ്ചായത്ത് മാത്രം എടുക്കാം. തെടനാട് ഗ്രാമപഞ്ചായത്ത് പാർട്ടി ടാർഗറ്റ് പഞ്ചായത്താണ്, ഞങ്ങൾ ഭരിക്കുമെന്ന് വിശ്വസിക്കുന്ന പഞ്ചായത്താണ്. അവിടെ മാത്രം 10 LDFും 5 UDF. ഈ ബാക്കി 10 UDF ഇല്ല. UDFന്റെ സ്ഥാനാർത്ഥികൾക്ക് 50 വോട്ട് കിട്ടില്ല. തിരിച്ചിപ്പുറത്ത് UDFന്റെ 5 ഞങ്ങളുമായിട്ട് നടത്തിയ 16 വാർഡിലും ഞങ്ങളുമായിട്ടാണ് ഫൈറ്റ്. ആ 16 വാർഡിലും ഏതെങ്കിലും ഒന്നേ ഉള്ളൂ. പൂഞ്ഞാർ പഞ്ചായത്ത് ഇത് തന്നെയാണ്, പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്ത് ഇത് തന്നെയാണ്, നിങ്ങളുടെ പള്ളിക്കത്തോട് സമാനമായ സാഹചര്യമാണ്, മുത്തോലി സമാനമായ സാഹചര്യമാണ്. അങ്ങനെ പാർട്ടിയുടെ ടാർഗറ്റായിട്ടുള്ള എല്ലാ പഞ്ചായത്തുകളിലും അല്ലേ, ചെറുക്കടവിൽ ഒന്നേ ഉള്ളൂ, ഇന്ത്യ മുന്നണിയാണ്. കൃത്യമായിട്ട് എടുത്ത് പറയാൻ കഴിയുന്ന സാഹചര്യമാണ്. പൂഞ്ഞാർ തെക്കേക്കര, തെടനാട്, ചെറുക്കടവ്, മുത്തോലി, പള്ളിക്കത്തോട്, ഇതൊക്കെ കോട്ടയം ജില്ലയിൽ പ്രകടമായി എടുത്തു പറയാവുന്ന കാര്യം. അയമനം ഇതെല്ലാം BJP ജയിക്കുന്ന തോന്നുന്നിടത്ത് ഇന്ത്യ മുന്നണിയാണ്. ആ ക്രോസ് വോട്ടിങ്ങിനെയും നമ്മൾ തരണം ചെയ്യും, ഒരു സംശയം വേണ്ട. കാരണം ആ ചിന്തിക്കാത്ത വോട്ടുകൾ, ചിന്തിക്കാത്ത ജനാധിപത്യ കക്ഷികൾക്ക് മാത്രം വോട്ട് ചെയ്തിരുന്ന ഒരു വലിയ വിഭാഗം BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്തിട്ടുണ്ട് ഉറപ്പായിട്ട്. ആ ഒഴുക്ക് അവർക്ക് പോലും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ഇലക്ഷൻ കാണാം. ജില്ലാ പഞ്ചായത്തിൽ വലിയ അവകാശവാദങ്ങളൊന്നും ഞങ്ങൾ പറയുന്നില്ല. അഖിൽ രവീന്ദ്രൻ അനുസരിച്ച പൊൻകുന്നം, തലനാട്, നമ്മുടെ ടാർഗറ്റ് പൂഞ്ഞാർ, തലനാട്, പൊൻകുന്നം, പിന്നെ കിഴങ്ങൂർ, കാഞ്ഞിരപ്പള്ളി, ഇതൊക്കെയായിരുന്നു നമ്മുടെ ടാർഗറ്റ് ഡിവിഷൻസ്. ഇവിടെയൊക്കെ വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് കഴിയുന്നു. പക്ഷേ മുമ്പേ പറഞ്ഞ ഈ വോട്ടിംഗ് പാറ്റേൺ അവിടെയും ബാധകമാണെങ്കിൽ പോലും ചിന്തിക്കാത്തൊരു മുന്നേറ്റം ജില്ലാ പഞ്ചായത്ത് വോട്ടിങ്ങിൽ BJPക്ക് അനുകൂലമായി പ്രകടമായിരിക്കും. ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പോലും ജില്ലയിലില്ല. ഇപ്പോൾ നിലവിൽ നമുക്ക് ഈ റവന്യൂ ജില്ലയിൽ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പോലും ഇല്ല. 100% നമുക്ക് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ നിരവധി ഉണ്ടാവും ജില്ലയിൽ, അതിന് സംശയമൊന്നുമില്ല. HRDS എന്ന് പറയുന്നത് BJPയുടെ സംഘടന എന്നല്ല. HRDSലുള്ള
സവർക്കർ ബി ജെ പിയുടെ മാത്രമല്ലല്ലോ. സവർക്കർ ഈ രാജ്യത്തിന് മുഴുവൻ സ്വീകാര്യനായ വ്യക്തിയല്ല. അദ്ദേഹത്തിന്റെ പേരിലൊരു അവാർഡ് HRDS പ്രഖ്യാപിച്ച് ബി ജെ പി സന്തോഷം. ആർക്കാണെങ്കിലും ഒരു അവാർഡ്, HRDS ഒരു നല്ല സംഘടനയാണ്. ആ സംഘടന സവർക്കറുടെ പേരിൽ ഒരു അവാർഡ് പ്രഖ്യാപിച്ചു. അത് ശശി തരൂരിനാണെങ്കിലും ആർക്കാണെങ്കിലും ബി ജെ പിക്ക് അതിനകത്ത് സന്തോഷമുള്ളൂ. അതിനകത്ത് അങ്ങനെ വെറുക്കപ്പെട്ട ആളൊന്നും അല്ലല്ലോ, ഒരു ജനപ്രതിയാണ്. ആ ജനപ്രതിയായ അദ്ദേഹത്തിന് ഒരു അവാർഡ് കിട്ടുന്നതിൽ ഞങ്ങൾക്ക് എന്നാ ഒബ്ജക്ഷൻ? ബി ജെ പിക്ക് അതിനകത്ത് ഒരു സങ്കടമില്ല. അല്ല, അദ്ദേഹവും HRDS തമ്മിലുള്ള ഒരു വിഷയത്തിൽ ഞങ്ങൾ അതിനകത്ത് കയറി HRDS പ്രഖ്യാപിച്ച അവാർഡ് സ്വീകരിക്കണമെന്ന് ബി ജെ പി ആവശ്യപ്പെടുന്ന കാര്യമില്ല. അത് അവർ തമ്മിലുള്ള വിഷയമല്ലേ. സ്വീകരിക്കണം അദ്ദേഹത്തിൻ്റെ ഇഷ്ടം. അദ്ദേഹത്തിന് അവാർഡ് കൊടുത്തതിൽ ഞങ്ങൾക്ക് ദുഃഖമൊന്നുമില്ല, സന്തോഷമുള്ളൂ. ഇനിയിപ്പോൾ അത് അവർ തമ്മിലുള്ള ഇടപാടല്ലേ. തരൂര് നല്ലല്ലോ, ടോബിൻ ബി ജെ പിയിലെത്ത് വന്നാലും ഞങ്ങൾക്ക് സന്തോഷമല്ലേ. ഒരാൾ കൂടുതലായിട്ട് വന്ന് നമ്മളെ എതിർത്ത് നിൽക്കുന്ന ഒരാൾ ഞങ്ങളുടെ കൂടെ വരുന്നത് ഞങ്ങൾക്ക് എപ്പോഴും സന്തോഷമാണ്. അത് ആര് വരുന്നത് നമുക്ക് സന്തോഷം. ഞങ്ങളുടെ ആദർശങ്ങളെയും ഞങ്ങളുടെ ചിന്താഗതികളെയും അംഗീകരിക്കുന്ന, നരേന്ദ്രമോദി അംഗീകരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ചിന്താഗതികളെയും, ഇതൊരു ആദർശത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിൽക്കുന്ന ചില ചിന്താഗതികളുടെ അടിസ്ഥാനത്തിൽ, ചില സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ബി ജെ പി. ഇപ്പം ഷോൺ ജോർജിനെ കണ്ടുകൊണ്ടോ ഈ മോദിജിയെ കണ്ടുകൊണ്ട് പോലും അല്ലല്ലോ ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന. ഇത് ഒരു സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിൽക്കുന്നതാണ്. ഞങ്ങൾക്ക് ഐക്കോൺസ് ഉണ്ട്. ഞങ്ങൾക്ക് ഐക്കോൺ, ഞങ്ങളുടെ ഏറ്റവും വലിയ ഐക്കോൺ ആരാണ്? മോദിജിയാണ്. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ അല്ലേ ഞങ്ങൾക്ക് ഇന്ന് ഏറ്റവും അഭിമാനത്തോടു കൂടി ഞങ്ങൾക്ക് പറയാൻ കഴിയുന്ന കാര്യം. അപ്പോൾ ഈ പാർട്ടി, ഞാനൊരു കാര്യം പറയട്ടെ, ഈ ചുരുങ്ങിയ ഈ ഇലക്ഷൻ കാലത്ത് മാത്രം ബി ജെ പിക്ക് 2 ലക്ഷം മെമ്പർഷിപ്പ് എങ്കിലും പുതിയത് വന്നിട്ടുണ്ട്. ഇലക്ഷൻ കാലഘട്ടത്തിൽ മാത്രം. കേരളത്തിൽ ഏത് പാർട്ടിക്കുണ്ടെന്ന് പറയാം? ഏതെങ്കിലും ഒരു ഞാൻ കോൺഗ്രസോ CPM ഒക്കെ അല്ല, കേരള കോൺഗ്രസ് ഒക്കെ ഉള്ളത് പൊഴിയുന്നല്ലാതെ ഇന്ന് വരെ ഒരാൾ വന്ന് എനിക്കറിയത്തില്ല. പുതിയതായിട്ട് ഒരാൾ ഇലക്ഷൻ വരുമ്പോൾ ആരെങ്കിലും ജാക്കറ്റ് പിടിച്ച് ഒരാളെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കുന്നല്ലാതെ വേറെ ആരും കണ്ടിട്ടില്ല. പക്ഷേ ഈ കഴിഞ്ഞ ഇലക്ഷൻ്റെ ഈ 3 മാസക്കാലത്തിനിടയിൽ 2 ലക്ഷം പുതിയ അംഗങ്ങളെങ്കിലും ബി ജെ പിയിൽ കടന്നു വന്നിട്ടുണ്ട്. ഏത് പാർട്ടിക്ക് അവകാശപ്പെടാൻ പറ്റും അത്തരത്തിലൊരു നേട്ടം? ബി ജെ പിക്ക് പറ്റും. സെൻട്രൽ കേരളയിൽ നിന്ന് ഒരു കാര്യം കൂടെ പറയാം. ഇനി 5 വർഷം കഴിയാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ, 2030 നടക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഇന്ത്യ മുന്നണിയും ബി ജെ പിയും 2 പാർട്ടിയാണുള്ളൂ. ബാക്കി എല്ലാം അപ്രത്യക്ഷമാവും. ഇവിടെയുള്ള കേരള കോൺഗ്രസുകൾ പോവും, ചെറുകിട രാഷ്ട്രീയ പാർട്ടികൾ പോവും. ഞങ്ങളും ഇന്ത്യ മുന്നണിയും തമ്മിലുള്ള ഫൈറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിലും ഞങ്ങളായിരിക്കും വിജയിക്കുക, ഒരു സംശയം വേണ്ട. അല്ല, അവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഞങ്ങൾ എല്ലാ വിഭാഗങ്ങളെയും ഞങ്ങളുടെ കൂടെ കൊണ്ടുവരണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈരാറ്റുപേട്ടയുടെ സാഹചര്യം നിങ്ങൾക്കറിയാമല്ലോ. വലിയ രീതിയിൽ SDPയും ജമാഅത്ത് ഇസ്ലാമിക്ക് ശക്തമായ ഒരു പ്രദേശമാണ്. ഞങ്ങളുടെ വാർഡിൽ പരമാവധി നമുക്ക് കിട്ടാൻ പോകുന്നത് 40-40 വോട്ടിക്കുള്ളിൽ നമുക്ക് കിട്ടില്ല ബി ജെ പി മത്സരിപ്പിച്ചാൽ. അപ്പോൾ നിങ്ങൾ എന്തെഴുതും? ബി ജെ പി അവിടുത്തെ സാഹചര്യം ഇതാണ്, അല്ലെങ്കിൽ അവിടെ 90% ഇത്തരം SDPI ജമാഅത്തെ ഇസ്ലാമി അനുകൂലമായ ഒരു വാർഡാണ്. അവിടെ ആകെപ്പാടെ ഞാനും എൻ്റെ അപ്പൻ്റെ അനിയനും അങ്ങനെ 3-4 വീടേ ഉള്ളൂ. അപ്പം അവിടെ ഞങ്ങൾ മത്സരിപ്പിച്ച് പാർട്ടിക്ക് ഒരു 15 വോട്ടോ 20 വോട്ടോ കിട്ടുമ്പോൾ വെണ്ടയ്ക്ക് അക്ഷരത്തിൽ വരും PC ജോർജിൻ്റെ സ്വന്തം പാടി കിട്ടിയത് 15 വോട്ട് അല്ലേ. ഇപ്പം സ്ഥാനാർത്ഥി ഇല്ലെന്നല്ലേ പറയുള്ളൂ നിങ്ങൾ. അത് ഞങ്ങൾ സഹിച്ചോളാം, കുഴപ്പമില്ല. ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിൽ ഒരു സംശയവും വേണ്ട, വലിയ രാഷ്ട്രീയ പോരാട്ടമാണ് നടത്തിയിട്ടുള്ളത്. എഴുതി വെച്ചോ, 98% ഈ ജമാഅത്തെ ഇസ്ലാമി SDPI അനുകൂലികളുമുള്ള ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിൽ താമര ചിഹ്നത്തിൽ ജയിച്ച ഒരു കൗൺസിലർ ഉണ്ടാവും, ഗ്യാരണ്ടി. അതിനേക്കാൾ വലിയ മുന്നേറ്റം ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിൽ താമര വിരിയും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു സംശയം വേണ്ട, അത് ഗ്യാരണ്ടിയാണ്. അതിലും വലിയ നേട്ടമൊന്നും ഞങ്ങൾക്ക് വേണ്ട. ജനുവരി ആകുമ്പോഴത്തേനും പറഞ്ഞാൽ പോരെ. ഒരു കാര്യം ഉറപ്പാണ്, ഈ പറയുന്ന 5 ജില്ലകളിൽ, ബാക്കിയുള്ള ജില്ലകളിലൊക്കെ സ്ഥാനാർത്ഥിമാരെയൊക്കെ നിങ്ങൾക്ക് അറിയാം, പക്ഷേ ഈ 5 ജില്ലകളിൽ ഞെട്ടുന്ന സ്ഥാനാർത്ഥിമാരെ നിങ്ങൾക്ക് ഉണ്ടാവും. അതിൽ കേരള കോൺഗ്രസ്സുകാരുണ്ടാവും, കോൺഗ്രസ്സുകാരുണ്ടാവും. ഇതൊക്കെ BJPയോട് ഞങ്ങൾ നിരന്തരമായ ചർച്ചകളാണ്. അടുത്ത തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഇവിടുത്തെ കേരള കോൺഗ്രസിനെയും കോൺഗ്രസിനെയൊക്കെ കാൽച്ചോട്ടിലെ മണ്ണൊളിച്ചു പോകും. അത് BJP ചെയ്തിരിക്കും. അങ്ങനെ പ്രഖ്യാപിക്കാൻ അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റാണ്, തീരുമാനിക്കുന്ന വ്യക്തിയാണ്. ഷോൺ ജോർജ് എവിടെ മത്സരിക്കുമെന്ന് തീരുമാനിക്കാൻ ഷോൺ ജോർജ് ആളല്ല, അത് പാർട്ടി തീരുമാനിക്കേണ്ട കാര്യമാണ്. ഷോൺ ജോർജ് മത്സരിക്കുമെന്ന് എനിക്കെങ്ങനെ അറിയാം? എന്നോട് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഞാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നു. എന്നോട് മത്സരിക്കേണ്ടെന്നാണ് പാർട്ടി പറഞ്ഞത്. എന്നോട് എൻ്റെ പൂഞ്ഞാർ പാലാ നിയോജകമണ്ഡലങ്ങൾ നോക്കാനാണ് പറഞ്ഞത്. ഞാനതാ നോക്കിയത്. അപ്പോൾ എൻ്റെ ചുമതല അതായിരുന്നു. ചിലപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്നോട് പാർട്ടി കാര്യങ്ങൾ നോക്കാനാണ് പറയുന്നതെങ്കിൽ ആ ചുമതല ചെയ്യാൻ ഞാൻ മാത്രമല്ല, ഞങ്ങളെല്ലാം ബാധ്യസ്ഥരാണ്.
എന്ത് ചെയ്യണമെന്ന് ജില്ലാ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തോട് അവസാനമാണ് പറഞ്ഞത് പൊൻകുന്നത്ത് മത്സരിക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹം മത്സരിച്ചു. ജില്ലാ പ്രസിഡന്റോട് അദ്ദേഹം മുണ്ടക്കയം സ്വദേശിയാണ്. മുണ്ടക്കയം ജില്ലാ പഞ്ചായത്ത് സീറ്റിൽ ആപ്റ്റായിട്ടുള്ള സ്ഥാനാർത്ഥിയാണ്. ഞാൻ പറഞ്ഞു അദ്ദേഹത്തോട് മത്സരിക്കണമെന്ന്. പക്ഷെ അദ്ദേഹത്തോട് പാർട്ടി പറഞ്ഞാൽ മത്സരിക്കാൻ പാടില്ല, സംഘടന കാര്യങ്ങൾ നോക്കിയാൽ മതി. മുണ്ടക്കയം സ്വദേശിയാണ് അദ്ദേഹം. അദ്ദേഹം ആ സീറ്റിൽ ഏറ്റവും ആപ്റ്റായിട്ടുള്ള സ്ഥാനാർത്ഥിയാണ്. പക്ഷേ പാർട്ടി അദ്ദേഹത്തോട് പറഞ്ഞു വേണ്ട, സംഘടന കാര്യങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ എല്ലാവരുടെയും അങ്ങനെ ചുമതല, ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാവരുടെയും ചുമതലകൾ അങ്ങനെയാണ്.